ഒരാൾ മരിച്ചിറങ്ങുമ്പോൾ കാണിക്കുന്ന പരിപാടിയാണത്. എനിക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും. ഈ മരിച്ച ആൾക്ക് ഒരു 82 വയസ്സെങ്കിലും. അങ്ങനെയല്ല സന്ദീപ്, ഇത്രയും വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ ഫാദറിന്റെ ഫ്യൂണറലിന് നീ അവിടെ വേണമായിരുന്നു. എന്നിട്ട് ഇവന്റെ ഷോപ്പ് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, തിരിച്ചു കൊണ്ടുവരും, ആ ചടങ്ങ് വരെ ഡിലേക്ക് കളഞ്ഞു. ഒരു ശരാശരി മനുഷ്യൻ മരിക്കുക 60 വയസ്സ്. ഇനി എന്റെ അച്ഛനൊക്കെ എന്നോട് പറഞ്ഞെന്നുള്ള എന്താ അറിയാം, ഞാൻ മരിച്ചു കിടന്നത് നല്ല കുപ്പായൊക്കെ ഇട്ട് പറ്റുകയാണെങ്കിൽ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു എല്ലാവരും നല്ല ഹാപ്പി ആയി സ്വീകരിച്ചു. ആ ചടങ്ങിനൊക്കെ ഏറ്റവും നല്ല സന്തോഷത്തോടെ പങ്കെടുക്കണം. അത് തന്നെ ഞാൻ ആ പരിപാടിക്ക് പങ്കെടുക്കാനോട് പോകുന്നത്. എനിക്കിപ്പോ വരാൻ പറ്റില്ലടാ. സന്ദീപിന്റെ അച്ഛൻ മരിച്ചു, ഞാൻ ഹോസ്പിറ്റലിലാണുള്ളത്. ഗോവിന്ദേട്ടനെ കഴിഞ്ഞ ആഴ്ച കൂടി കണ്ടാണല്ലോ. ഞാൻ 1 മണിക്കൂർ നിന്നെ കണ്ടായിരുന്നു. പിന്നെ പോവാനുള്ള പ്രായമൊക്കെ ആയി. മനുഷ്യന്റെ കാര്യല്ലേ, ഇത്രേ ഉള്ളൂ. സന്ദീപിനോട് ഇപ്പൊ പറയണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അവൻ അവന്റെ കൂട്ടുകാരന്റെ അച്ഛൻ മരിച്ചിട്ട് അങ്ങോട്ട് പോയതടാ. ഇപ്പൊ വിളിച്ചു പറയണോടാ. എപ്പോഴായാലും അറിയേണ്ടതല്ലേ. ആ എടാ സന്ദീപേ, എടാ അച്ഛന് കുറച്ച് കൂടുതലാട്ടോ. പുള്ളി പോയടാ. ചേട്ടാ, ബൈപ്പാസ് റോഡിലേക്ക് ഒരു ആംബുലൻസ് വിടോ? അല്ലല്ല, ആക്സിഡന്റ് അല്ല. അച്ഛന്റെ മരണവിവരം പറഞ്ഞപ്പോ ബോധം പോയതാ. ഓക്സിജൻ വേണം, വേഗം വരണേ.